ജാസ്മിൻ്റെ ഉപ്പാൻ്റെയും എൻ്റെയും ആ ഒരു കോൾ റെക്കോർഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ടൈമിൽ ഒരുപാട് പേര് എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചേട്ടാ ആരവ് ഡോക്ടർ റോബിൻ അതിനിടയിലുണ്ടായിരുന്ന വിവിൻ്റെ ആ പ്രസൻസും വിവി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആരവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചേട്ടൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യും. കാരണം എന്താ അറിയാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. കാരണം എന്നെ ബിഗ് ബോസിൽ സീസൺ 5 കഴിഞ്ഞ് സീസൺ 6ൻ്റെ ഈ ഒരു തുടക്കമൊക്കെ അങ്ങനെ ആവുന്ന ടൈമിൽ 5 കഴിഞ്ഞ് ഞാൻ 5ൽ കയറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഈ ആ ലൈക്ക് ഒരു തരം ആളെ കുത്തി വിടുന്നൊരു സംസാരം ഉണ്ടല്ലോ. ലൈക്ക് നീ കയറാഞ്ഞതും അല്ലെങ്കിൽ നിന്നെ കയറ്റാഞ്ഞതിൻ്റെയും കാരണം റോബിൻ അതിനിടയ്ക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലേ. ഇത് ആരവിനും അറിയുന്ന കേസാണ്. ഇതൊക്കെ എടുത്ത് വെച്ച് പറയുന്നതും അല്ലെങ്കിൽ എന്നെ ആ ടൈമിൽ ബിഗ് ബോസിൻ്റെ സീസൺ 5ൻ്റെ ടൈമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സൈബർ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തിരുന്നത് എനിക്ക് തോന്നിയപ്പോൾ. കാരണം കോപ്പി പേസ്റ്റ് കമൻറ്റ് വരുന്നു, എന്നോട് റോബിൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ വരുന്നു. ഇതൊക്കെ നമ്മളെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്തൊരു വിവിയുണ്ട്. അതെനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ പറയും. പിന്നെ കുറച്ച് വേറെ ഇഷ്യൂസ് അത് റോബിൻ തന്നെ പറഞ്ഞോളൂ. റോബിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ റോബിൻ തന്നെ പറയും. ഇതിനെല്ലാം അനുഭവിച്ചൊരു മനുഷ്യനുണ്ട്. ഞാനൊരു വട്ടം വീഡിയോ ചെയ്തിട്ട് ഷാലു പയ്യാട് അങ്ങേരുടെ വീട്ടിലടക്കം വൈഫിനടക്കം അത് കാരണം എന്നെയും മിസ്ലീഡ് ചെയ്ത് അല്ലെങ്കിൽ എന്നെയും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു സാധനം അന്ന് എല്ലാവരും കൂടി ഇട്ട് തന്ന് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു റിയാക്ഷൻ ചാനലുകളൊക്കെ ഒന്നടങ്കം ഷാലു പയ്യാടിനെ റിയാക്ട് ചെയ്ത് വെച്ചൊരു സാധനമൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അത് ഷാലു പയ്യാട് അല്ല അത് ചെയ്തത്, ചെയ്യിപ്പിച്ച ആൾ വേറെ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ജെന്യുവനായിട്ട് ഷാലുവിനോട് സോറി പറഞ്ഞ് ഞാനത് കറക്റ്റ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഷാലു അതിന് ഇൻവോൾവ് അല്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞാൻ കാണുന്നതെന്ന് വെച്ചെങ്കിൽ റോബിൻ്റെ അക്കൗണ്ടിൽ ഷാലുവിൻ്റെ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ വന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷാലു പയ്യാട് ആരതി പൊടിനോടും റോബിനോടൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആരവിൻ്റെയും റോബിൻ്റെയൊക്കെ ഒരു സീൻ വന്ന ടൈമിൽ തന്നെ എനിക്ക് എവിടേക്കോ ഫിഷി അടിച്ചടിയും ഭയങ്കര അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ട്. ഇനി നല്ല സംശയം. കാരണം പ്രത്യക്ഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. ലൈക്ക് ഞാൻ ഒരാളുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരാളെ കൂടി ഇപ്പോൾ ഇതിനടിയിൽ ഞാൻ കുറേ കണ്ടു. ഉണ്ണിമൂന്നിൻ്റെ കേസ് നിങ്ങൾ മാറ്റി വെച്ചേക്ക്, കാരണം അത് സോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സീനാണ്. അല്ലാതെ ക്രോമാണെങ്കിലും നമ്മുടെ മല്ലു ട്രാവലർ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഒന്നും വേണ്ട സഞ്ജുടൊക്കെ ആണെങ്കിൽ അടക്കം ഞാൻ ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നൊരു വൈബുണ്ട്, ഞാൻ വെച്ചിരിക്കുന്നൊരു കണക്ഷൻ ഉണ്ട്. ദാറ്റ്സ് എ ജെന്യുവിൻ തിങ്. ഞാൻ നല്ലത് കണ്ടാൽ നല്ലതും പറയും, ചീത്ത കണ്ടാൽ ചീത്തയും പറയും. ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് സപ്പോർട്ട് ചെയ്യും, ഞാനില്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പോവാറുണ്ട്. ഓക്കെ, ഞാനത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു പരിപാടി. ഞാൻ ഒരാളെയും സ്ട്രൈക്ക് അടിച്ച് കളയുന്നോ ഞാൻ അങ്ങനെയൊന്നും ഒരാൾക്കും ഒരു ഉപദ്രവം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒരാൾക്ക് കരുതി കൂട്ടിയൊരു സൈബർ ആക്രമണം നടത്തണമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ നമ്മളെ തോണ്ടി കുത്തി പോകുന്ന സമയത്ത് നമുക്ക് ഇളകൂടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് നടന്ന് അങ്ങനെ സായികൃഷ്ണൻ വൈബടച്ച് നടക്കുന്ന സമയത്താണ് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏജൻറ്റ് പുറത്ത് ചാടാതിരിക്കൂ, ചാടി. സിമ്പിളാണ് കാര്യം. അപ്പം പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഷാലു പയ്യാൻ്റെ മാപ്പ് വീഡിയോ ഞാനൊന്നും അതിൻ്റെ പിന്നിൽ പോയി നോക്കിയപ്പോഴല്ലേ മക്കളെ കാര്യങ്ങൾ മനസ്സിലായി. ഈ ഷാലു പയ്യാട് റോബിനും സംസാരിച്ചാൽ തീരേണ്ട വിഷയം ഉണ്ടായിരുന്നു. അതിനിടയിൽ കടന്ന് തായം കളിച്ചത് ഈ പറഞ്ഞ ബിവി. ഷാലു പയ്യാടിനെ കൊണ്ട് മാപ്പ് വീഡിയോ പല രീതിയിലും ലിറ്ററലി ബ്ലാക്ക് മെയിലിങ്. ആ കേസ് വരും, ഈ കേസ് വരും, മറ്റേ കേസ് വരും, ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോലീസ് വരും, പൊക്കിക്കൊണ്ടുപോകും നിങ്ങൾ മറ്റേ ഭീഷണിപ്പെടുത്തി പീഡന ശ്രമം നടത്തി പൊടിയെന്നൊക്കെ പറഞ്ഞ് ലിറ്ററലി ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പേടിപ്പിച്ചിട്ടാണ് ഷാലു പയ്യാടിനെ കൊണ്ട് ആ മാപ്പ് വീഡിയോ വിവി ചെയ്യിച്ചത്. അത് റോബിൻ നേരിട്ട് ചെയ്യിച്ചതല്ല. റോബിനോട് വിവി പോയി പറഞ്ഞു ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വിവി പോയി പ്ലാൻ ചെയ്തിട്ടിട്ട് ഷാലുവിനെ കൊണ്ട് പീഡിപ്പിച്ച് ചെയ്തു കൊടുത്ത സാധനം. അതോടുകൂടി അയാളെ കരിയർ എന്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഷാലുവിനെ ലിറ്ററലി വലിച്ച് കീറിയ സോഷ്യൽ മീഡിയ മൊത്തം. അയാൾ വർക്ക് ചെയ്യുന്ന സിനിമാ ഫീൽഡിലടക്കം അയാളെ ആളുകളൊരു പേടിയുള്ള കണ്ണിലൂടെ നോക്കാൻ തുടങ്ങി. ഇയാൾ ഇങ്ങനത്തെ ഒരുത്തനാണോടെയെന്ന് ചെയ്യിച്ചത് വിവി. അവസ്ഥ ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഉണ്ട്, പ്രൂഫുണ്ട്, ഇടാം, വഴിയേ ഇടാം. കുറച്ച് ടൈം വേണമല്ലോ എല്ലാത്തിനും. ഇന്നിപ്പോൾ ഇത്രയൊക്കെ മതി, നാളെ ഇടാം. ഷാലു പറയുന്നതും റോബിൻ പറയുന്നതും വിവി ഇതിനിടയിൽ കൂടി വെച്ച എല്ലാ ആപ്പുകളും വിവി പറഞ്ഞൊരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ കേസിൽ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തു പോയ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിനോട് വിവി പറഞ്ഞതാ
നിനക്കിതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്? കാശൊന്നും നിനക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഇതൊക്കെ എടുത്ത് കണ്ടൻ്റാക്കി പൈസയാക്ക്. എൻ്റെ ഫ്രണ്ടിനോട്. ഈ ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് കേൾക്കണം. ജാസ്മിൻ വിശ്വസിച്ച അക്കൗണ്ട് ഏൽപ്പിച്ച് പോയ ഒരുത്തൻ ജാസ്മിനെ കുറിച്ച് പറയാം. അവൾ ബിഗ് ബോസിലൊക്കെ പോയി. അവൾ ബിഗ് ബോസ് പോയി പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് ലാഭം, എനിക്കെന്ത് ലാഭം? എനിക്കിതൊക്കെ വിറ്റ് കണ്ടൻ്റാക്കി പൈസയാക്കണം. എടി ചില ടൈമിലുണ്ടല്ലോ പൈസ വേണം, വേണ്ടാന്ന് പറയില്ല. പൈസ വെച്ച് വേറെ സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കില്ല. സിനിമയിൽ പറയാം, പല കാര്യങ്ങൾക്കും പൈസ തന്നെ വേണം. പക്ഷെ പൈസയേക്കാൾ മുകളിലൊരു സാധനമുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം. മനസ്സിലായില്ലേ? സെൽഫ് റെസ്പെക്റ്റ്. എനിക്ക് തന്നെ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല, അറ്റ് എനി കോസ്റ്റ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യില്ല. നമ്മൾ തീരുമാനിച്ച് നമ്മൾ ചെയ്യില്ല. നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടി നിൽക്കും. ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ അങ്ങനെ നിൽക്കുന്നൊരു തന്നെ നിന്നിട്ടുമുണ്ട്. അതിൻ്റെ പേരിൽ വഴി കേട്ടിട്ടുമുണ്ട്. ഇനിയും കേൾക്കാൻ റെഡി. ഐ ഡോണ്ട് കെയർ. പിന്നെ ഇതൊക്കെ അറിഞ്ഞ സമയത്ത് ഇനി ഇവൻ്റെ ഇന്നത്തെ കളി ബീവീൻ്റെ ഷെഫീന ബീവി. ഓക്കെ, ഷെഫീന ബീവി ഞാൻ ഷെഫീന ബീവിക്ക് വീഡിയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഷെഫീന ബീവിനെ ഞാൻ ഒരു സ്ട്രൈക്കിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വളരെ പ്രൊഫഷണലി വിളിച്ച് ഷെഫീന ബീവിനോട് സംസാരിച്ച് ഞാൻ വളരെ ക്ലീനായിട്ട് സംസാരിച്ചു. അവരത് റെക്കോർഡ് ചെയ്തു, അവരത് പുറത്തിട്ടു. വാട്ട് എവർ, എനിക്കൊന്നും വിഷയമുള്ള കേസല്ല. ഞാനതിന് റിപ്ലൈ കൊടുക്കേണ്ട രീതിയിൽ ഞാനും കൊടുത്തു. അന്നും ഞാൻ ഷെഫീന ബീവിനോട് പറഞ്ഞൊരു കേസുണ്ട്. ഞാനല്ല നിങ്ങളെ ചാനലിൽ അടിച്ച് കളഞ്ഞ ഒരാൾ, എനിക്കതിലൊരു പങ്കുമില്ല. ഞാനങ്ങനെ ചാനലിൽ ഒരു മനുഷ്യന് സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരാളല്ല. ആ കൊട്ടേഷൻ ഏറ്റെടുത്തത് വിവിയാണ് ആ ചാനൽ അടിച്ച് കളഞ്ഞെന്നുള്ളത് ഇന്ന് ഷെഫീന ബീവിനെ വിളിച്ച് കോളുണ്ട്, വോയിസ് റെക്കോർഡുണ്ട്. ഏത് സാധനങ്ങളുണ്ടല്ലോ, ഓന് മാത്രമല്ലല്ലോ, നമുക്കും സാധനങ്ങൾ കിട്ടുമല്ലോ ഇവിടെ. ഷെഫീന ബീവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ വിവിനെ സ്വന്തം ബ്രദർ മാതിരി കണ്ട് കൈവെള്ളയെ കൊണ്ട് നടന്ന കാദർ കരിപ്പൊടിനെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. കാദറാണ് പൈസ തന്നത്, ജാസ്മിനാണ് പൈസ. ഒന്നാലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോഴും ഇവൻ വിടണില്ല. ഇവനറിയാം ഷെഫീന ബീവിൻ്റെ അടുത്ത് പോയിട്ട് ജാസ്മിനും കാദറുമാണ് പൈസ തന്നതെന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഷെഫീന ബീവി നാളെ കാദറിനെയും ജാസ്മിനും എതിരെ ഇറങ്ങും എന്നുള്ളത് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് അത് അടിച്ചു കൊടുത്തു. അതിനിടയിൽ ഇവൻ ഒരു കാര്യം പറഞ്ഞു, അതിന് ഞാൻ സമ്മതിച്ചളിയാ നിന്നെ. സായി ഇതിന് നിന്നിട്ടില്ല. സായിയെ വിളിച്ച സമയത്ത് സായി പറഞ്ഞു, ചാനൽ അടിച്ചു പൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല, സായി ഇതിനൊപ്പം നിൽക്കില്ല. അത് പറയാനുള്ളതിന് വലിയ മനസ്സ് ഞാൻ സമ്മതിച്ചടേ. നിങ്ങൾ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നെ കുറിച്ചിട്ട്, നന്ദിയുണ്ട്. കാരണം എന്താ അറിയോ, ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ തിരിച്ചു വരില്ല എന്ന് അറിയുന്നത് മനസ്സിലായതുകൊണ്ടായിരിക്കാം അത് പറഞ്ഞത്. ഇന്ന് ഓടിച്ചെന്ന് ഷെഫീന ബീവിൻ്റെ അടുത്ത് പോയി പറഞ്ഞല്ലോ. ഇതേ ഷെഫീന ബീവിനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ, ഞാൻ ആ പണി ചെയ്യില്ല. നിങ്ങൾ എനിക്കിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറയുന്നത്, ഞാൻ വളരെ ആ കാര്യത്തിലൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ എൻ്റെ ഫാമിലിയെ പറഞ്ഞു, ഞാൻ ചൊറിഞ്ഞ് ഞാൻ നിങ്ങളെ പറഞ്ഞു, അങ്ങനെ ആ സ്ഥാനത്തിൽ അത് തീർന്നു. അല്ലാതെ എനിക്ക് നിങ്ങളെ ചാനലുമായിട്ട്, നിങ്ങളെ ഇതേ ചാനൽ അടിച്ചു പൂട്ടിച്ചത് ഇവനാന്ന് അറിഞ്ഞിട്ട് ഇവനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്താ പറഞ്ഞറിയോ, പൂട്ടിപ്പോയതൊക്കെ പൂട്ടിപ്പോയാളെ കഴിഞ്ഞ് പൂട്ടുന്നത്. ഇവനാ ഇന്ന് നിങ്ങളടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു, നേരെ മാറ്റി മറിച്ചും പറഞ്ഞത്. സ്വന്തം ബ്രദർ മാതിരി കണ്ട കാദർ കരിപ്പൊടിനെ അവിടെ കൊണ്ട് ഇട്ട് കൊടുത്ത് പൈസ വാങ്ങി നക്കിയില്ലെന്ന്. പറ്റിയോ? ജാസ്മിൻ്റെയും കാദറിൻ്റെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങി നക്കി. അന്നെന്തേ ഈ വികാരവും ഈ പശ്ചാത്താപം ഒന്നും ഉണ്ടായിരുന്നില്ലേ ഒരാളെ ചാനലിൽ അടിച്ച്? ഇവൻ പലരെ ചാനലും അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ ഒലിവ് റിയേഷൻ്റെ ഒക്കെ ചാനലും പോയി, അതിന് പൈസയും വാങ്ങി. അതൊക്കെ വേറെ കേസുകൾ ഇനിയുണ്ട്. ഏതോ ഓസ്ട്രേലിയക്കാരൻ്റെ നിന്ന് 1.5 ലക്ഷം റുപ്യയും വാങ്ങി ആ സ്കൂട്ടർ വാങ്ങിയാൽ നടക്കുന്നത്. എന്തിനാണ് ഈ ജീവിതം ഇങ്ങനെ? എന്തിന് എന്ത് ആവശ്യത്തിന്? പറയിപ്പിക്കരുത്. ഞാനുള്ള കാര്യം പറയാളെ, പറയിപ്പിക്കരുത് എന്നെക്കൊണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത് അറ്റം വരെയും പറയും. കാരണം എന്താ അറിയോ, ഞാൻ ഈ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഇതുവരെ എൻ്റെ കമൻറ്റ് ബോക്സിലും ഈ സോഷ്യൽ മീഡിയയിലും ഈ കണ്ണാപ്പി, വാഴ, ഏജൻറ്റ്, മറ്റത് മറച്ചത് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിട്ടേ തോന്നിയുള്ളൂ. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതും PR വർക്കോ എന്ന് അറിയുമ്പോണ്ടല്ലോ, നമ്മളത്രയും മെച്ചുവറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇവൻ്റെ വാലും തൂങ്ങി വർത്താനം കേട്ട് തിരിച്ചടി. എന്തോന്നിത്? ഞാൻ അവിടേക്ക് ഞെട്ടിപ്പോണേ. ചില ആളുകൾ തിരിയുന്നുണ്ടല്ലോ, ഈ പൈസയ്ക്ക് വേണ്ടി തിരിയുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ ഞാൻ അവിടെ ഷോക്കായി പോകുന്നത്. ഒപ്പം നിൽക്കും അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നവരുടെ ആപ്പ് കുത്ത്. ജാസ്മിൻ്റെയൊക്കെ അവസ്ഥ കഷ്ടമാണ്. ജാസ്മിൻ ഒരു ലൈവ് പോയിട്ടുണ്ട്. ജാസ്മിൻ പറയാതെ പറയുന്നുണ്ടായില്ല. പക്ഷെ പറയും, ജാസ്മിനും പറയും, റോബിയും പറയും, ഷാലും പറയും, എല്ലാവരും പറയും. ഞാൻ പറഞ്ഞല്ലോ, കൂടെ ഉള്ളവർ വിശ്വസിച്ച് കൂടെ നിർത്താമെന്നുള്ളവരെ മാത്രം ലൈഫിൽ ഒപ്പം നിർത്തുക. അല്ലാതെ ഇങ്ങനത്തെ ടീമിനൊപ്പം നിർത്തി കഴിഞ്ഞാൽ കാശിന് വേണ്ടി ആരെ വേണേൽ എടുത്ത് വെച്ച് വിൽക്കും, ആരെ വേണേൽ വിൽക്കും.
ഉറപ്പാ കാര്യം. ഒട്ടും ഒരു എത്തിക്സ് ഇല്ലാത്തവരും എടേ തീരെ അലമ്പ് അല്ലെങ്കിൽ വൃത്തികേട് കാണിക്കുന്നവരെ അല്ലെങ്കിൽ പറ്റ തെമ്മാടികളൊക്കെ നമുക്ക് എന്താ എടുത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനടക്കം എന്തെങ്കിലും സീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പിടിച്ച് വെച്ച് ചെയ്യാറുണ്ടേ, തുറന്നു പറയും, പിടിച്ച് വെച്ചിട്ടാണ് ഞാൻ മാക്സിമം നോക്കാറ്. മാക്സിമം ടു ദ കോർ. എന്നിട്ടും കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളിലാണ് ഞാൻ എന്ത് ചെയ്തത്, മുഖത്ത് നോക്കാതെ ആഞ്ഞടിച്ച് വിടുന്നത്. പക്ഷെ ഈ ചെയ്ത പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഒപ്പം നിന്ന് കുഴി വെട്ടി കാല് വാരി കാശ് മതി കാശ് മതി കാശ് മതി കാശ് മതിയാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. കാശിൻ്റെ ഒപ്പം കിട്ടുന്ന വേറെ സാധനമുണ്ട്. ഇമാതിരി രീതിയിൽ കാശുണ്ടാക്കിയ ചീത്തപ്പേരും കിട്ടും കുറച്ച്, അതും കൂടി മേടിച്ച് വെച്ചേക്ക്. എനിക്കൊന്നും, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും എത്തിക്സ് വിട്ടിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടില്ല, ചെയ്യാനും കണ്ടിട്ടില്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരാളുടെ ഒപ്പം നിൽക്കും, ഒരാളെ ഫ്രണ്ടായിട്ട് കണ്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ടായിട്ടും കാണും, ഒപ്പവും നിൽക്കും. പിന്നെ നിന്നെപ്പോലുള്ളവർ വന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു രീതിയിൽ നമ്മൾ ഇവൻ്റെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി കുറച്ചിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരെ കുറച്ച് ഇട്ട് തരിക. എനിക്കറിയാം ഇവൻ്റെ ഒപ്പം നിൽക്കുന്ന ഓരോ യൂട്യൂബേഴ്സും മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞ സാധനം കൂടെ ആണ്. യൂട്യൂബ് ബേസിക്കലി മോണിറ്ററി ബെനിഫിറ്റാണ്, ഞാൻ അതിലൊന്നും ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷെ ചെയ്യുന്ന പ്രവർത്തികളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അപ്പം അത്രേ പറയാനുള്ളൂ. നാളെ എന്താണെങ്കിലും റോബിനും നമ്മളെ ഷാലു പയ്യാടിൻ്റെയൊക്കെ ഇടയിൽ ഇവൻ കളിച്ച കളികളൊക്കെ ഒന്ന് ഞാൻ പറയട്ടെ. അവർ പറയുന്നത് വെച്ചിട്ട് തന്നെയാണ് പറയാം. അത് കഴിഞ്ഞിട്ട് ആരവും റോബിനും എല്ലാവർക്കും കുറച്ച് പറയാണ്ടേ. കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ജാസ്മിനും ഉപ്പാക്കൊക്കെ പറയാനുണ്ടാവും. അവർ പറയുന്നത് അവർ പറയട്ടെ. അത് ലൈക്ക് എൻ്റെ കൺട്രോൾ, എനിക്ക് അറിയില്ല കാര്യങ്ങൾ. ഇതിപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഞാൻ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചു. നമ്മൾ അന്വേഷിക്കേണ്ടതേ. ചെയ്യുന്ന പണി സീക്രട്ട് ഏജൻറ്റ് മറന്നിട്ടില്ലല്ലോ. ഏജൻറ്റ് തന്നെയാണ്. ലൈഫിൽ സായി കൃഷ്ണ ഹാപ്പിയാണ്, ഏജൻറ്റും ഹാപ്പിയാണ്. കുത്തി ഇളക്കി വിട്ടതാ, അറ്റം കാണാതെ ഇനി ഞാൻ പോകില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏത് രീതിയിലുള്ള വോയിസും വേണമെങ്കിൽ എടുത്ത് പുറത്തിട്ടോ. എനിക്ക് ഒരു ആന അതിലൊട്ടവും ഇല്ല. ബി പോണതിന് മുമ്പ് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിനെ കുറിച്ചും ഗബ്ബറിനെ കുറിച്ചും ഈവൻ ജാഫർ ഖാനെ കുറിച്ചിട്ട് അടക്കം പല രീതിയിൽ നമ്മളെ നീ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട്. നീ എന്നെ കൊണ്ട്, അഫ്സലിനെ കൊണ്ട്, ദിയേനെ കൊണ്ട്, എല്ലാവരെ കൊണ്ടും, ഇവരൊപ്പം നിന്നവരുടെ കൊണ്ട് തന്നെ നീ പറയിപ്പിച്ചിട്ടുണ്ടാവും. നീ റെക്കോർഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടാവും. നീ വിട് റെക്കോർഡ് ഓരോന്നായിട്ട് പുറത്ത്. നിൻ്റെ തനി സ്വരൂപ നാട്ടുകാർ കാണണം. നീ ഓരോ റെക്കോർഡ് പുറത്ത് വിടുമ്പോഴും ഇല്ലെങ്കിൽ നീ വേറെ ചാനലുകൾക്ക് കൊടുത്തിട്ട് ഈ റെക്കോർഡ് പുറത്ത് വിടുമ്പോഴും അവിടെയാണ് നീ എക്സ്പോസ് ആവുന്നത്. നീ വിടണം. ഓരോ ചാറ്റും ഓരോ റെക്കോർഡും നീ സൂക്ഷിച്ചാൽ നീ പുറത്ത് വെക്കണം. വിടുന്തോറും നീ എക്സ്പോസ് ആണ് മോനെ. ഇത്ര വലിയ വിഷാന്നുള്ളത് നീ നാട്ടുകാർ മനസ്സിലാക്കും. എവിടെ നിന്ന് തുടങ്ങി നിൻ്റെ പരിപാടി? ആരവിൻ്റെ ചാനൽ അടിച്ച് മാറ്റിയത് മുതൽ നീ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയും, എൻ്റെ കൂടെ നിന്നവർ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ തന്നെ കുറച്ച് എത്തിക്സ് ഉള്ള ആൾക്കാർ കുറച്ച് പേരേ ഉള്ളൂ. അവരോടൊക്കെ ഹാറ്റ്സ് ഓഫ് മക്കളെ, നിങ്ങൾ പൊളിയാണ്. അല്ലാത്ത ആൾക്കാർ 10 വ്യൂവിനും കുറച്ച് കാശിനും വേണ്ടി ഒപ്പം നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ വിറ്റും ഇവൻ തിന്നും. മനസ്സിലായോ? പിന്നെ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്കും കിട്ടും. കിട്ടാതെയൊന്നും പോകില്ല.